ഹേ ഗൈസ്, അൽ മാസ്കറ്റ് ഫാമിലി വ്ളോഗിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് നമ്മുടെ ചാനലിൽ. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നമ്മുടെ ഒരു വ്ളോഗാണ്. അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് പേരുണ്ട്. ഞാനുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചിയുടെ കൊച്ചുണ്ട്, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ്, അതായത് അളിയൻ ആളുകൊണ്ട് നമ്മൾ 4 പേരും കൂടെ കുറച്ച് സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെസ്റ്റോയിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് വാദിയിലാണ്, അതായത് അൽവാദി കബീറിൽ. അപ്പോൾ വാദി കബീറിലുള്ളവർക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ് നെസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മിക്കവാറും ഷോപ്പിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ നെസ്റ്റോ ആയിരിക്കും ഇവിടെ ഉള്ളവർ, നെസ്റ്റോ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലുലു ആണ് ഹൈപ്പർ മാർക്കറ്റ്. ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ്. പിന്നെ കുഞ്ഞു ചെറിയ ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്. നമ്മളകത്ത് തട്ടിക്കൂട്ട് ലോക്കൽ ഹൈപ്പർ മാർക്കറ്റ് അതിവിടെയുണ്ട്. മെയിൻ ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ നെസ്റ്റോയും ലുലു ആണ്. അപ്പോൾ നമ്മുടെ സ്ഥിരം സന്ദർശനമുള്ള ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ നെസ്റ്റോ ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നെസ്റ്റോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നു. അപ്പോൾ ചേച്ചി എന്നോട് വീഡിയോ എടുക്കരുതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയും അളിയനുമാണ്. അപ്പോൾ ഒന്ന് ഫ്രണ്ട് നമ്മളപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ അകത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാളെ ഇവിടെ ട്രോളിയെ കയറ്റി ഇരുത്തി അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് മേടിക്കുന്നത്. ഇത് പച്ചക്കറി സെക്ഷനാണ്. പച്ചക്കറി, ഫ്രൂട്ട്സ്, അങ്ങനത്തെ മീൻ, നോൺ വെജ് ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടുന്നൊരു നമ്മുടെ ലുലുവിലത്തെ പോയത് സെയിം സെറ്റപ്പാണിതും. അപ്പോൾ അവിടെ വന്നതാണ്. അപ്പോൾ നമ്മൾ സാധനമൊക്കെ മേടിച്ചതേ നമ്മൾ ബില്ലിങ്ങിന് വേണ്ടി വന്ന് നിൽക്കുവാണ്. അതുകൊണ്ട് ആളിയാനെ അവിടെ കൊച്ചിനെ പിടിച്ച് ഫ്രണ്ട് നിൽപ്പുണ്ട്. നമ്മളുടെ ട്രോളി ഉന്തിക്കൊണ്ട് ഇവിടെ നടപ്പുണ്ട്. അതിന് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളുടെ വെളിയിലോട്ട് ഇറങ്ങുവാണ്. സാധനങ്ങളെല്ലാം തട്ടീന് വണ്ടി കയറ്റണം. നമ്മളപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് നമ്മുടെ അങ്ങോട്ടാണ്, മത്രയിലേക്കാണ്. ഞാൻ പറഞ്ഞാൽ കറക്റ്റാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് പറഞ്ഞ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. മത്രേന്നാണോ മട്രേ അങ്ങനെ എന്താണെന്ന് അറിയില്ല. സോ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് മത്രേ. നമ്മളവിടുത്തെ ഒരു ഹാർബർ, അല്ലെങ്കിൽ ഹാർബറല്ല സത്യത്തിൽ നമ്മളവിടുത്തെ ഇവിടെ കൊച്ചിൻ ഷിപ്പ് യാർഡൊക്കെ പോലെയൊക്കെ തന്നെ ഒരു സ്ഥലം, എന്നാൽ കുറച്ച് മീനൊക്കെ കിട്ടുന്നൊരു ഹാർബർ പോലത്തെ ഒരു സെറ്റപ്പും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ മത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒമാനിലും മസ്കറ്റിലുള്ളവർക്ക് നല്ലപോലെ അറിയാവുന്ന സ്ഥലങ്ങളാണ്. മിക്കവാറും മീൻ മേടിക്കാൻ പോകുന്നതും അവിടെ തന്നെയാണ്. ഒന്നെങ്കിൽ നെസ്റ്റോയിൽ നിന്നുള്ള മീൻ മേടിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഫ്രഷ് മീനൊക്കെ മേടിക്കാൻ പോകുന്നതും അവിടെ തന്നെയാണ്. പിന്നെ ഇവിടെ കുറേ ഇതുണ്ട്, ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. ഇവിടെ കുറേ ഇതുപോലത്തെ നല്ല കിടിലും റോഡ്, ഞാൻ പറഞ്ഞ കാര്യമില്ല, നല്ല കിടിലും റോഡുകളും ട്രാഫിക് സിസ്റ്റം പരിപാടിയൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ ബിൽഡിങ്ങുകളും കാണാൻ പൊളിയാണ്. ഇതെന്താ അത് ബസ് തടഞ്ഞ സമരമോ? നമ്മൾ ഒരു സ്ട്രീറ്റിൽ കൂടെയാണ് പോകുന്നത്. ആ സ്ട്രീറ്റിൻ്റെ പേര് ഞാൻ വായിക്കാൻ മറന്നുപോയി. ഇതുണ്ട് ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുള്ള കിടിലും ബിൽഡിങ്ങാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയോ മറ്റേ ഇതാണ് നമ്മുടെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ്. ഇതുപോലെ വേറൊരെണ്ണം കൂടി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ 2-3 കണ്ടിട്ടുണ്ട് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ്. ഇതൊരു ഹൈപ്പർ മാർക്കറ്റാണ്. നമ്മുടെ മത്രയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റാണത്. പിന്നെ ഈ പോകുന്ന വഴിക്കാണ് മറ്റേ അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ അതായത് ഫിനാൻസ് കൊമേഴ്സിൻ്റെ ഒക്കെ ഒരു ബിൽഡിങ്, ഗവൺമെൻറ്റിൻ്റെ ഒരു ബിൽഡിങ്, പിന്നെ അതൊരു ബാങ്ക് ഉണ്ട്. ഇത് നമ്മുടെ മത്രയിലേക്ക് കയറുന്ന ആ ഒരു മെയിൻ കവാടമാണ്. ഇതാണൊരു കവാടം. പിന്നെ ഈ റോഡ് ഇങ്ങോട്ട് വരുന്ന മത്രയിലേക്ക് വരുന്ന വഴിയും പൊടിയാണ്. നല്ല രസമാണ്. 2 സൈഡിൽ പുല്ല് കാര്യങ്ങൾ, പിന്നെ അങ്ങനത്തെ രീതിയിൽ നല്ല കിടലിനൊരു അറ്റ്മോസ്ഫിയറിലാണ് ഇങ്ങോട്ടുള്ള റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുന്ന് കുറേ സ്ഥലത്തേക്ക് പോകാം, അമറാട്ട് അങ്ങനെയുള്ള സ്ഥലത്തേക്കും ഈ വഴി ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ സൈഡിലത്തെ വ്യൂസ്, അല്ലെങ്കിൽ ഈ ഒരു 2 സൈഡിലത്തെ നല്ല രസമാണ് ആ ഒരു വ്യൂ കാണാനായിട്ട്. 2 സൈഡിൽ പനയുണ്ട്, നടക്കൂടെ റോഡ്. പിന്നെ ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റം, റോഡ് റൂൾസ്, ട്രാഫിക് റൂൾസൊക്കെ പാലിക്കുന്ന കാര്യത്തിലായാലും മസ്കറ്റ് വിദേശ രാജ്യങ്ങൾ നമുക്ക് പുറത്തുനിന്ന്, അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. ഇവിടുത്തെ എന്തോ ഒരു കിടിലൻ ബിൽഡിങ്. എന്താണ് ബിൽഡിങ്ങിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നാമത് ഇതൊക്കെ ഇവിടുത്തെ ലാംഗ്വേജ് കൊണ്ട്, പിന്നെ ഇംഗ്ലീഷ് കുറച്ചൊക്കെ കാണാൻ പറ്റും. ഒരു നല്ല കിടിലൻ ബിൽഡിങ്ങാണ്. അവിടെ കുറേ ഇതൊക്കെ ഉണ്ട്, കാറ് പരിപാടിയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ മാത്രമേ കണ്ടു. അവിടെ എന്തോ ഷിപ്പൊക്കെ വന്നെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസാണ്. ഇവിടെയൊക്കെ നമ്മൾ അവിടുത്തെ ഷിപ്പ് യാർഡൊക്കെ പോലത്തെ തന്നെ ഇവിടുത്തെ ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്തോ അമറാട്ടൊക്കെ നമ്മൾ പണ്ട് ഇതിന് മുമ്പത്തെ നമ്മുടെ വ്ളോഗ് ചാനലൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി വീഡിയോ ഒക്കെ ഉണ്ട്, അതൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. സോ ഇതാണ് നമ്മൾ പാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ മറ്റേ ഫിഷ് മാർക്കറ്റ്, അല്ലെങ്കിൽ ഫിഷ് ഹബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല മെയിൻ ഫിഷ് ഹബ്ബ്. തൊട്ടപ്പുറത്ത് തന്നെ ഈ ഷിപ്പ് യാർഡ് പോലത്തൊരു
അല്ലെങ്കിൽ കപ്പലൊക്കെ വന്ന് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളാണ് അപ്പുറത്തൊക്കെ കാണുന്നത്. കുറേ പേര് അതിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നു. ഇന്നും തിരക്കും കൂടുതലാണ്. അപ്പോൾ വരാത്തതിന് ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ്, കാരണം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം. ഇത് നമ്മളപ്പോൾ മീൻ മാർക്കറ്റിൻ്റെ അകത്തോട്ടാണ് കയറിക്കൊണ്ട്. ഇതൊരു മറ്റേ വിശാലമായ കാർ പാർക്കിംഗ് ഷോറൂമോടുകൂടി എന്ന് പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. കാർ പാർക്കിംഗ് ചെയ്തോടുകൂടിയുള്ള വിശാലമായ ഒരു ഇത്. കുറേ മീനുണ്ട്. ഞങ്ങളിങ്ങനെ മീനൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. കുറേ മീനുണ്ട്. ഇത് കണ്ടോ, അവിടെ ഇവിടെയൊക്കെ ചെറവറ മീൻ. ഞാൻ കണ്ടിട്ടില്ലാത്ത പല മീനുകളുണ്ട്. നാട്ടിൽ പോലും കണ്ടിട്ടില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇതിൻ്റെ ഫ്രഷ് ആണെന്നാണ് വിശ്വാസം. അളിയനാണ് ഫ്രണ്ട് കയറി വന്ന പേടിക്കണ്ട. ഇതെന്ത് സാധനമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ പേരറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് എന്താണ് സാധനം മനസ്സിലായിട്ടില്ല. ഒന്നാമത് ഈ മീനിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ല. അതിൻ്റെ അപ്പുറത്ത് വേറൊരു സാധനം, കളർ ഒരുമാതിരി ചുമന്നുമല്ല, ഒരുമാതിരി കാപ്പിപ്പൊടി കളറിലൊരു സാധനം, അങ്ങനത്തെ എന്തോ ഒരു സാധനമുണ്ട്. ഇതിൻ്റെയൊക്കെ പേരറിയാവുന്നവർ ജസ്റ്റ് കമൻറ്റ് ബിലോ. അപ്പോൾ ഇത് കുറച്ച് വലിയ മീനുകൾ കണ്ടു. അയില, മത്തിയൊക്കെ ഒരു മൂലയ്ക്ക് ഇരിപ്പുണ്ട്. പിന്നെ ഇതൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട് ഇതിനകത്ത്. മറ്റേ നടന്ന് കാണാൻ കുറേ ഉണ്ട്. വിശാലമായിട്ട് അങ്ങ് നിരന്ന് കിടക്കും. ഇത് കണ്ടോ, ഇതെന്തോ സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ ചേരയൊക്കെ കൂട്ടിരിക്കുന്നു. ചേരയാണോ പാമ്പാണോ അത്? ഇത് കണ്ടുകൊണ്ട് അടുത്താണ് കണ്ട. പിന്നെ ഇവിടെ കുറേ ഇതുപോലത്തെ കച്ചവടത്തിൽ നിൽക്കുന്ന കുറേ പിള്ളേരും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ എല്ലാം മേടിച്ച്, കുറച്ച് മീനൊക്കെ മേടിച്ചു. നമ്മളിത് പുറത്തോട്ടിറക്കുവാണ്. നമ്മൾ കുറച്ച് ഒരു അയില മേടിച്ചു. പിന്നെ വേറെ കുഞ്ഞു മീനും കൂടെ മേടിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ പുറത്തോട്ടിറങ്ങുകയാണ്. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ പരിപാടി. വേറെ കാര്യമായിട്ടൊന്നുമില്ല. എൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്. ഇതാണ് നമ്മുടെ കഥാനായിക അകത്തൊക്കെ കയറി എല്ലാം കണ്ട് വിജൃംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ കാർ എടുക്കുന്നു, ഇനി വീട്ടിലേക്ക് പോകുന്നു. പിന്നെ ഒടുക്കത്തെ വെയിൽ. ഇവിടെ ഞാൻ വന്ന സമയത്ത് നല്ല ചൂടും കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ ചൂടിൻ്റെ എന്താ നമ്മുടെ ചൂടിൻ്റെ ഒരു ദൈർഘ്യം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. നേരത്തെയൊക്കെ വെയിൽ ഇറങ്ങുമ്പോൾ കത്തുമായിരുന്നു. ഇപ്പോൾ അത്ര ഇല്ലെങ്കിലും വെയിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. രാവിലെ ഒന്നും കഴിക്കാമെന്ന് തന്നെ ഇറങ്ങിയാണ്. രാവിലെ ഒരു ചായ മാത്രം കുടിച്ചിട്ട് നമ്മൾ പോവുകയാണ്. ഇതാണ് ആ കവാടം. നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ റോഡും കാര്യങ്ങളും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കിടിലൻ റോഡും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ പരിപാടി. നമ്മൾ ഷോപ്പിങ്ങും പരിപാടി, നമ്മൾ വന്ന കാര്യങ്ങൾ രണ്ട് സാധിച്ചു, ഷോപ്പിങ്ങും പിന്നെ ഈ മീൻ മേടിക്കാനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ് എന്ന് പറയാനായിട്ട്. നമ്മളപ്പം ഈ ഒരു ചാനലിലെ ഫസ്റ്റ് വ്ളോഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ചാനൽ മെയിനായിട്ട് പ്ലാൻ ചെയ്യുന്ന വ്ളോഗല്ല, നമ്മൾ കുറച്ച് കണ്ടൻറ്റുകൾ പോലത്തെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി നമ്മുടെ വീഡിയോകളിലെല്ലാം വരും. ഇത് കണ്ടോ, ഇവിടെ എന്തോ നമ്മുടെ ഫ്ലൈ ഓവർ കയറി. ഇപ്പോൾ ഞാൻ ഇപ്പോഴും ഇവിടെ കൂടെ പോകുമ്പോൾ കാണാറുള്ളൊരു സാധനം. ഇത് കണ്ടോ, ഈ അടുക്കിനടുക്കിന് നമ്മളവിടത്തേക്ക് കോളനി പോലെയൊക്കെ ഒരു സ്ഥലം. കോളനി അല്ല, ഇത് കണ്ടോ, ഇവിടുത്തെ ഒരു തിയേറ്ററാണ് കാണുന്നത്. കോളനി അല്ല, എന്നാലും ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഫ്ലാറ്റൊക്കെ ആയിട്ട് നമ്മുടെ എറണാകുളത്ത് എന്നൊരു ഫീല്, എറണാകുളം കൊച്ചി സൈഡിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്നൊരു ഫീല്. സോ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ മെയിനായിട്ടും ഇതുപോലത്തെ കണ്ടൻറ്റുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഫാമിലി ബേസ്ഡ് കണ്ടൻറ്റാണ് മെയിനായിട്ടും വരുന്നത്. അതുപോലെ വ്ളോഗും വരും ഇടയ്ക്ക്. പിന്നെ ഫാമിലി ബേസ്ഡ് കുറച്ച് കണ്ടൻറ്റുകൾ, സ്കിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലത്തെ കണ്ടൻറ്റുകളായിട്ട് ഇനി വരാം. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കണം. അതുപോലെ തന്നെ സബ് ചെയ്യണം. നമ്മളൊരു തുടക്കക്കാരനാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങളെല്ലാം അഭിപ്രായങ്ങളൊക്കെ ഇറക്കിയത്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ കൊമേഴ്സ് മിനിസ്ട്രി അങ്ങനത്തെ എന്തോ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഗവൺമെൻറ്. നമ്മളെ അവിടെ ഒരു ബാങ്കും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമ്മളുടെ രീതികളും കാര്യങ്ങളും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ പോരുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗോ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടൻറ്റുമായിട്ട് വരാം. ബൈ ഗൈസ്.